ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള ദി ഗ്രേറ്റ് പിരമിഡിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈജിപ്ത് വിശദമായിട്ട് കാണാൻ വേണ്ടിയിട്ട് യുഎയിൽ നിന്നെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള നവാസ്ക, ഇബ്രാഹിംക, അവരുടെ കൂടെ ഞങ്ങളുടെ 6 ദിവസത്തെ ടൂറ് ഇന്ന് തുടങ്ങുകയാണ്. പ്രഥമമായി തന്നെ പിരമിഡിലേക്കാണ് വരുന്നത്. എല്ലാവരും സംബന്ധിച്ചും ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരിക്കും പിരമിഡ് കാണുക എന്ന് പറയുന്നത്. കാരണം ആൻഷ്യൻ്റ് കൾച്ചറിൻ്റെ വലിപ്പത്തെ വിശദമായിട്ട് കാണിക്കുന്നതാണ് പിരമിഡ് എന്ന് പറയുന്നത്. 4600 വർഷം മുമ്പ് എങ്ങനെയാണ് മനുഷ്യൻ്റെ ചിന്ത, കലാപരത, ആർട്ട്, അധ്വാനം ഒക്കെ വർക്ക് ചെയ്തത് എന്ന് നമ്മൾ പിരമിഡിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്, പിരമിഡിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് ഞങ്ങൾ പിരമിഡ് കാണുക മാത്രമല്ല, ഇത് ലോകത്തെ ഏറ്റവും വലിയ പിരമിഡായിട്ടുള്ള കുഫു ഫറോവയുടെ പിരമിഡാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറുക കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ കയറുമ്പോഴാണ് ഇതിൻ്റെ ഒരു നിർമ്മിതിയുടെ അതിശയം ശരിക്ക് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നവാസ്കയൊക്കെ ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു പിരമിഡിലേക്കുള്ള ഈ ഒരു വരവ് എന്ന് പറയുന്നത്. ആ ഒരു ആദ്യ കാഴ്ചയുടെ ഒരു പുളകാനുഭവം അദ്ദേഹം പങ്കുവയ്ക്കും. നമ്മൾ പിരമിഡുകളെ കുറിച്ച് കുറേ കാലമായിട്ട് വായിക്കുന്നും ടി വിയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും വന്ന് കാണുമ്പോഴുള്ള അതിൻ്റെ ഒരു വിശാലത, അതിൻ്റെ ഒരു അതിശയോക്തി എന്ന് പറയുന്നത് അത് വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യ കാലഘട്ടത്തിലുള്ള 3 പിരമിഡുകളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാമൂഹ്യ പാഠത്തിൻ്റെ ചട്ടയിൽ നമ്മൾ പിരമിഡിൻ്റെ ചിത്രം കാണും. അന്ന് മുതൽ നമ്മുടെ മനസ്സിലിങ്ങനെ ഈ പതിഞ്ഞു കിടക്കുന്നതാണ് ഈ പിരമിഡുകളെ പറ്റിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് കാലത്തെ കഴിഞ്ഞ ഒരു 2-3 ദശാബ്ദ കാലഘട്ടത്തിലെ ഒരു ചിന്തയാണ് പിരമിഡിൻ്റെ നാട്ടിലൊന്ന് വരണം എന്നുള്ളത്. സത്യത്തിൽ ഇവിടെ വന്ന് കാണുമ്പോൾ ഈ നിർമ്മിതികൾ സത്യത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇത്രയും വലിയൊരു ബിൽഡിംഗ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അത്ഭുതം അതിനേക്കാൾ ഉപരി 3500 വർഷം മുമ്പ്, 4000 വർഷം മുമ്പ് എങ്ങനെ ഇത് സാധ്യമാകുന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലെ മനുഷ്യാധ്വാനം, ആ കാലഘട്ടത്തിലെ ഒരു പ്ലാനിങ്, പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാത്തൊരു കാലത്തിൽ ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. അതിൻ്റെ അത്ഭുതമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൽ എനിക്ക് ഏറ്റവും ഒരു വളരെ അത്ഭുതകരമായ ഒരു സംഗതിയായിട്ട് തോന്നുന്നത്.